നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ നിന്ന് അങ്ങ് നരകിക്കും, കൊറേ കഴിയുമ്പോ അങ്ങ് നരയ്ക്കും. മൂത്ത് നരച്ചാലേ ഒരുത്തനും കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഞാൻ പറയാ, 4-5 കെട്ടിയവന്മാരെ ഇനിയും കെട്ടാൻ പരക്കം പാഞ്ഞ് നടക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കെട്ടിക്ക്, നിങ്ങളുടെ ഭാരം ഒഴിയട്ടെ. ജയന്തി, നിന്റെ നാവടക്ക്. ഞാനേ എപ്പോഴും ക്ഷമിച്ചെന്ന് വരില്ല. ഞങ്ങളുടെ കുഞ്ഞെ ഞങ്ങൾക്കൊരു ഭാരമല്ല, ഞങ്ങളുടെ ജീവന്. നീ ഇവളെ അപമാനിക്കാനോ കരയിക്കാനോ ശ്രമിച്ച അവിടെ അച്ഛനും അമ്മയെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ക്ഷമിച്ചെന്ന് വരത്തില്ല. മരുമകളോട് സംസാരിക്കുന്നതിന് പരിധികളും പരിമിതികളും ഉള്ളതുകൊണ്ട് പലപ്പോഴും ക്ഷമിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ അരവിന്ദനോടുള്ള ദൗർബല്യം കൊണ്ടാണ്. അതെന്റെ മോള് മുതലെടുക്കരുത്, പറഞ്ഞേക്കാം. നീ എന്റെ കുഞ്ഞിനെ എത്ര മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ കുഞ്ഞിന്റെ ഹൃദയം മുറിയില്ല. കാരണം എന്റെ കുഞ്ഞിന്റെ ദൈവാധീനമുണ്ട്, മറക്കണ്ട. മോളെ, ഇവിടെ വന്നിരുന്ന് കരയാണോ? വാ, എഴുന്നേക്ക്, വന്ന് ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ടമ്മേ. ദേ, അങ്ങനെ പറയരുത്. അന്നത്തെ നിന്ദിക്കരുത്. അത്താഴപ്പട്ടിന് കിടക്കാൻ പറ്റില്ല. വാ, വന്ന് കഞ്ഞി കുടിക്ക്. വാ. വേണ്ടമ്മേ, എനിക്ക് വേണ്ട. എനിക്ക് വിശപ്പില്ല. എന്താ മോളെ ഇത്? അച്ഛൻ അവിടെ ഇരിക്കുവോ? അച്ഛന് വല്ലാതെ വിഷമാവും. അച്ഛനും അമ്മയ്ക്കും വിഷമം വരാതിരിക്കണമെങ്കിൽ ഞാനൊരു വഴി പറയട്ടെ. ഞാനിനി ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഭാരം. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. മോളെ, ദയവേത് എനിക്ക് വേറെ കല്യാണാലോചനകളൊന്നും നടത്തരുത്. അതിലും ഭേദം നിങ്ങൾ എന്നെ കൊല്ലുന്നതാ. മോളെ, എന്താ ഇത്? ഞങ്ങൾ ആരും നിന്നെ കല്യാണത്തിനൊന്നും നിർബന്ധിച്ചില്ലല്ലോ. ആ ജയന്തി പറയുന്നത് കേട്ട് മോളെ വിഷമിക്കല്ലേ. അവള് മോളെ മാത്രല്ലല്ലോ, എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യില്ലേ? അതങ്ങ് വിട്ടുകളാ. മോളുടെ ഇഷ്ടത്തിനെതിരായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല. നീ ഞങ്ങളുടെ പൊന്നു മോളാ. എന്റെ പൊന്നു മക്കളെ കരയല്ലേ. അച്ഛന്റെ അമ്മയുടെ ഹൃദയം തകർന്നു പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.